Hello friends, welcome to my video. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അവൽ മിക്സർ ആണ്. എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യം നമുക്ക് അവൽ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഇവിടെ 2 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. എത്ര അവൽ ആവശ്യമുണ്ടോ അത് ചേർക്കാം. ഞാൻ വളരെ തിന്നായിട്ടുള്ള വൈറ്റ് അവലാണ് എടുത്തിരിക്കുന്നത്. അവൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നിങ്ങൾ എടുത്തിരിക്കുന്നത് തിക്ക് അവലാണെങ്കിൽ എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. അവൽ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതേ പാനിലേക്ക് തന്നെ എണ്ണ ഒഴിച്ച് കൊടുത്ത് കപ്പലണ്ടി വറുത്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. കപ്പലണ്ടി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മിക്സ്ചർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതേ പാനിലേക്ക് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. അതിലേക്ക് വളരെ തിന്നായിട്ട് അരിഞ്ഞ തേങ്ങ ചേർക്കുവാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റി. തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. കൂടെ കുറച്ച് കടലപ്പരിപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. രണ്ട് വറ്റൽ മുളക് കൂടെ ചേർക്കുന്നുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുവാണ്. എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാൽ ടീസ്പൂൺ കായം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അര ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് കൂടെ ചേർക്കാം. ചെറിയൊരു മധുരം കിട്ടാനാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരുന്ന കപ്പലണ്ടി കൂടെ അതിലേക്ക് ചേർക്കുവാണ്. കപ്പലണ്ടി ചേർത്ത് എല്ലാം മിക്സ് ചെയ്തെടുക്കാം. വറുത്ത് വെച്ചിരുന്ന അവൽ ചേർത്ത് കൊടുക്കാം. അവൽ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം എരിവ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നല്ല ക്രിസ്പി അവൽ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം തയ്യാറാക്കാൻ സാധിക്കുന്ന മിക്സ്ചറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.